ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഞങ്ങളുടെ വന്ദനങ്ങളെ അറിയിക്കുന്നു. We greet everyone who is listening to us from here and there in different places far and near. May God richly bless you this morning. ഇന്ന് പകൽക്കാലം ദൈവവചനത്തിൽ നിന്ന് ധ്യാനിക്കുവാനായി ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്ന വേദഭാഗം റോമാലേഖനം 8-ാം അധ്യായത്തിന്റെ 31-ാം വാക്യത്തിന്റെ ആദ്യ ഭാഗമാണ്. For today's meditation, what I have picked up from the word is that from Romans chapter 8 verses 31, the first part of it. ദൈവം നമുക്ക് അനുകൂലമെങ്കിൽ, it says that if God is for us. അപ്പോൾ ഇവിടെ അപ്പോസ്തലനായ പൗലോസ് വളരെയധികം കാര്യങ്ങൾ ദൈവത്തെക്കുറിച്ച് പറയുകയും ദൈവത്തിൽ വിശ്വസിക്കുന്നവർക്കുള്ള നന്മകളെക്കുറിച്ച് പറഞ്ഞിട്ട് ഒരു കണ്ടീഷനിലായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. ദൈവം നമുക്ക് അനുകൂലമെങ്കിൽ. Here we see that when we read, Paul says many things, good things about God, and definitely good things about the people who believe in God. But here, when it comes to this part, we can see that there is a conditional statement which he is making, that if God is for us. അപ്പോൾ ഇവിടെ അപ്പോസ്തലൻ പറയുന്നത് ദൈവം അനുകൂലമാണെങ്കിൽ നമ്മുടെ ജീവിതം വളരെ പുരോഗമനമായ രീതിയിൽ സന്തോഷത്തോട്, പ്രത്യാശയോട്, ധൈര്യത്തോടെ ജീവിക്കാൻ കഴിയുമെന്നാണ്. Here apostle is calling out and say that if God is for us, then our life will be easy and all good things will follow us and it will be a joyful and peaceful life. അതിന്റെ അർത്ഥം ദൈവസന്നിധാനത്തിലായിരിക്കുന്ന ഓരോ മനുഷ്യർക്കും ചിന്തിക്കാം, ദൈവത്തിന് അനുകൂലവുമാകാം പ്രതികൂലവുമാകാം. ദൈവം അനുകൂലമാണെങ്കിൽ നമ്മുടെ കാര്യങ്ങൾ അനുകൂലമായിരിക്കും, പ്രതികൂലമാണെങ്കിൽ ബുദ്ധിമുട്ടുമായിരിക്കും. Yeah, any man can understand from this particular statement that there is a way that God can be either for us or he can be against us. If God is for us, everything will be good with us. If God is against us, then things will go in a different direction. പൊതുവെ നമ്മുടെ ദൈവം സ്നേഹവാനാണ്. അതുകൊണ്ടാണ് അവൻ ദുഷ്ടന്മാർക്കും നീതിമാന്മാർക്കും വെയിലും മഴയും എല്ലാം ഈ ലോകത്തിൽ പ്രദാനം ചെയ്യുന്നത്. Commonly our God is a good God. That's why he provides rain and everything, showers for all wicked and the good people in equality. നമ്മുടെ കർത്താവായ യേശുക്രിസ്തു ഈ ഭൂമിയിൽ വന്നപ്പോൾ അവൻ തന്റെ ശിഷ്യന്മാർക്ക് മാത്രമല്ല, തന്നെ സ്നേഹിച്ചവർക്ക് മാത്രമല്ല സൗഖ്യവും അപ്പവും ഈവൻ മരണത്തിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചതിന്റെ അടിസ്ഥാനം. Yeah, when Jesus Christ was in this earth, when he was doing his ministry, it's not only for his own people, like the people who loved him, or not only for his disciples God made perform miracles, but rather he went out to many people, even to the extent that he rose people from the dead who was even Gentiles. തന്നെ അനുഗമിച്ചതായ ജനങ്ങൾക്കൊക്കെ ആഹാരം കൊടുത്തു, എല്ലാവർക്കും സമൃദ്ധിയായി കൊടുത്തു, എല്ലാവരെയും പോഷിപ്പിച്ചിട്ട് ആ കർത്താവ് പറഞ്ഞു വിട്ടു. He gave food to all the people who followed him and everybody was happy because he fed them. അവന്റെ അടുക്കൽ വന്ന എല്ലാവരെയും അവൻ സൗഖ്യമാക്കിയെന്നും വേദപുസ്തകം പറഞ്ഞു. And the Bible says that he healed everybody who approached him. ഉയർപ്പിച്ച നോക്കിക്കേ, പ്രിയപ്പെട്ട സ്നേഹിതരായ നല്ല ബന്ധമുള്ള ലാസറിനെ ഉയർപ്പിച്ചപ്പോൾ തന്നെ തനിക്ക് എപ്പോഴും എതിരായിരിക്കുന്ന സിനഗോഗിലെ ഒരു സിനഗോഗിന്റെ അധിപതിയായ യായിറോസിന്റെ മകളെയും ഉയർപ്പിച്ചു. Yeah, when he raised the dead, he raised the first man, Lazarus, who was very dear to him. At the same time, he raised the daughter of Jairus, who was always against it because he was the leader of the synagogue. അതുമാത്രമല്ല, വഴിയെ പോയപ്പോൾ ഒരു വിധവ കരയുന്നത് കണ്ടപ്പോൾ അവരെ പരിചയവുമില്ല, അവരാരാണെന്നും പറഞ്ഞിട്ടില്ല, അവരുടെ മകനെയും ഇവരൊന്നും ചോദിക്കാതെ യേശു അങ്ങോട്ട് ചെന്ന് ഉയർപ്പിച്ചതായിട്ട് ലൂക്കോസ് പറഞ്ഞിരിക്കുന്നു. In the Gospel of Luke, it was written that when they were walking, they saw a widow who was crying out, and they didn't ask who she is and what she is. But we can see that Jesus, along with his disciples, went to her home and raised her son. അങ്ങനെ ഈ ഭൂമിയിലുള്ള നന്മകൾ പലർക്കും പലതും പല സമയത്തും ദൈവം കൊടുക്കുന്നത് കൊണ്ട് നമ്മൾക്കൊക്കെ ഒരു തെറ്റിദ്ധാരണ വരാം. ദൈവമായ കർത്താവ് എന്റെ പ്രാർത്ഥന കേട്ടു, എനിക്ക് ആഹാരം തന്നു, എന്നെ അപകടത്തിൽ നിന്ന് വിടുവിച്ചു, എനിക്ക് വേണ്ടുന്നതൊക്കെയും തന്നുകൊണ്ടിരിക്കുന്നു, എന്റെ പ്രാർത്ഥനയും കേട്ടതുകൊണ്ട് ഞാൻ ദൈവത്തോടൊപ്പമാണ് നടക്കുന്നത്, ദൈവം എനിക്ക് അനുകൂലമാണെന്നൊരു തെറ്റിദ്ധാരണ പൊതുവെ ഉണ്ടാകുവാൻ സാധ്യതയുണ്ട്. There is a possibility of misunderstanding for everybody who calls out to the Lord and they say that, because God provided me what all needs I have, whatever I asked for, whatever I prayed for, God provided me. Just because of
of that, God is always with me. And we have that kind of misunderstanding, perceptions about God. ആ വേദപുസ്തകം പറയുന്നു അത് ദൈവം നമുക്ക് അനുകൂലമായതുകൊണ്ടല്ല, ദൈവം നല്ലവനും അവൻ സ്നേഹവാനും അവൻ ഉണ്ടാക്കിയ സകല മനുഷ്യരെയും അവൻ പരിപാലിക്കുന്നത് കൊണ്ട് ഇതൊക്കെയും ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നേ But the ഉള്ളൂ. Bible clearly says that it is not just because God is with us that you get all your needs done, but rather it is because of the characteristics of God, because He's a good God, He provides for everybody. ദൈവം അനുകൂലമാകുന്നത് പോലെ തന്നെ പ്രതികൂലമാണെന്നും വേദപുസ്തകം പഠിപ്പിക്കുന്നുണ്ട്. Now the Bible teaches us that like how God is for us, even likewise He can be against us too. ദൈവത്തിന്റെ പദ്ധതിക്ക് വേണ്ടി അവൻ ചിലരോട് ചില സമയങ്ങളിൽ അനുകൂലമായിട്ടുണ്ട്. And for His plan to be accomplished, He has been with some people. ജാതീയ രാജാവായ കോരേശ് ദൈവത്തിന്റെ പർപ്പസ് നിവർത്തിക്കുവാൻ വേണ്ടി ഒരു കാര്യം ചെയ്യുവാൻ വേണ്ടി ദൈവം പറയാണ്, ഞാൻ നിനക്ക് മുൻപേ പോയി നിന്റെ ദുർഘടങ്ങളെ നികത്തി നീ കാണാത്തതായ ഇരുട്ടിലുള്ള അനേക നിക്ഷേപങ്ങൾ തരുവാൻ നിന്റെ കൈക്ക് പിടിച്ച് ഞാൻ നിന്നെ എന്റെ ഉദ്ദേശം സാധിപ്പിക്കുവാൻ കൊണ്ടുപോകും എന്ന് പറഞ്ഞ ഒരു സന്ദർഭമുണ്ട്. There is a situation where the Gentile king Koresh was going, even though he was a Gentile king, but we can see that God is promising in that I will go before you and I will make your way straight and I will do the rest of the things. You don't have to worry, just follow me. നെബൂഖദ്നേസറിനെയും കൊണ്ട് ഇസ്രായേൽ മക്കൾ പാപം ചെയ്തപ്പോൾ അവരെ ജയിക്കുവാൻ തക്കവണ്ണം വേണ്ടുന്ന ക്രമീകരണവും ദൈവമാണ് ചെയ്തതെന്ന് വേദപുസ്തകം പറഞ്ഞു. And the Bible says that with the help of God used Nebuchadnezzar because the Israelites sinned, so in order to make them straight, He used Nebuchadnezzar. അതുകൊണ്ട് അവരെയും ഇവരെയും വല്ലപ്പോഴും ദൈവത്തിന്റെ ഉദ്ദേശത്തിന് വേണ്ടി ഉപയോഗിച്ചത് കൊണ്ട് അവർക്ക് അനുകൂലമാണെന്നോ അവരുടെ സ്നേഹിതനാണെന്നോ അർത്ഥമില്ല. It is because God used some people for different reasons. That does not mean that God was with them and God is a friend of them and God is always with them. അതിന് ഏറ്റവും മഹുടോ ഉദാഹരണമാണ് നമ്മൾ ശത്രുക്കളായിരുന്നപ്പോൾ നമുക്ക് വേണ്ടി മരിച്ച ക്രിസ്തുവിന്റെ സ്നേഹം. And the prime example for all these things is that when we were sinners and we were enemies to God, that's the time His love poured us to us and He died for us. അപ്പോൾ ജാതികളായ എല്ലാ മനുഷ്യരെയും ദൈവം കാണുന്നുണ്ട്, പരിപാലിക്കുന്നുണ്ട്. കാരണം അവർ ശത്രുക്കളായിരിക്കുമ്പോൾ തന്നെ അവർക്ക് വേണ്ടി കർത്താവ് ഒരു വഴിയൊരുക്കുവാൻ യേശുവിനെ ഈ ലോകത്തിലേക്ക് അയക്കുകയും യേശുവിൽ വിശ്വസിക്കുന്നവർ രക്ഷിക്കപ്പെടുവാൻ വേണ്ടി ശത്രുക്കളായിരുന്നവരെ മിത്രമാക്കുവാൻ തക്കവണ്ണം ദൈവം പദ്ധതി പണ്ട് തന്നെ ഇട്ടിരുന്നു. And God had a plan much before the old days that even though we were enemies with God, God wanted to send His own Son to die for us on the cross so that we enemies will become His own friends. That is why God had that plan. So He loved even though we were enemies to അത് Him. റോമാലേഖനം 5:8 നാം ശത്രുക്കളായിരുന്നപ്പോൾ കർത്താവ് നമുക്ക് വേണ്ടി മരിച്ചത്. അത് ജാതികളെ കുറിച്ച് പറയുന്നുവെങ്കിൽ 11-ാം അധ്യായത്തിന്റെ 28-ാമത്തെ വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത് യഹൂദന്മാരെ ദൈവത്തെ ത്യജിക്കുന്നത് കൊണ്ട് ഇപ്പോൾ അവർ ശത്രുക്കളായിരിക്കുന്നു എന്നാണ്. Now in Romans chapter 5 it says that we were enemies, but when we come to chapter 11 it says that because of the Jews who reject God right now they have become the enemies. അപ്പോൾ യേശുവിനെ റിജക്ട് ചെയ്തുകൊണ്ട് ദൈവം അവരുടെ ശത്രുവാണെന്നാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. അതുകൂടാതെ അപ്പോസ്തല പ്രവൃത്തിയിൽ നമുക്ക് നന്നായിട്ടറിയാം, അപ്പോസ്തലനായ പൗലോസ് യഹൂദന്മാരുടെ മാർഗമനുസരിച്ച് മുന്നോട്ട് പോയപ്പോൾ ക്രിസ്ത്യാനികളെ നശിപ്പിക്കുവാൻ പോയപ്പോൾ യേശു ക്രിസ്തു പ്രത്യക്ഷപ്പെട്ട് അവനോട് ചോദിക്കുന്നത്, മുള്ളിനെതിരെ ഒതയ്ക്കുന്നത് നിനക്ക് വിഹിതമല്ല എന്ന് പറഞ്ഞാൽ ഞാൻ നിനക്ക് എതിരെ വന്നിരിക്കുന്നു, എന്നോട് കളിക്കുന്നത് ശരിയല്ല, നിന്റെ ജീവിതം അത് സുരക്ഷിതത്വമല്ല എന്ന് പറയുന്ന ഒരു വാക്ക് നാം വായിക്കുന്നുണ്ട്. And we see in Acts of the Apostle when Paul was going along with the Jewish customs and everything, there we can see that God is interrupting him and saying that you are going against my will, you are going against my plan, that is not going to be favor you in your life at all. അപ്പോൾ യേശുവിന്റെ സുവിശേഷത്തിന് വിരോധമായി അവൻ പ്രവർത്തിച്ചപ്പോൾ ദൈവം അവനെതിരായിരുന്നു എന്നാണ് അതിന്റെ അർത്ഥം. And it says that when he went against the word of God, he went against the plan of God, we can see that God was against him. അതുമാത്രമല്ല ബർന്നബാസും പൗലോസും കൂടെ കുപ്രോസ് ദ്വീപിലേക്ക് ചെന്നപ്പോൾ ഒരു മനുഷ്യനോട് സുവിശേഷം പറഞ്ഞപ്പോൾ ഒരു യഹൂദനായ മനുഷ്യൻ ആ വ്യാജഭാവേന യേശുവിനെ റിജക്ട് ചെയ്യുവാൻ തക്കവണ്ണം ആ അധിപതിയോട് സൂത്രം ഉപയോഗിച്ചപ്പോൾ നീ പിശാചേന്റെ മകനെ ദൈവത്തിന്റെ ശത്രുവേ എന്നാണ് പൗലോസ് അവനെ വിളിക്കുന്നത്. Now when Paul and Barnabas went to the island of Cyprus, there we can see that there is a man, an old man went up and tricked the king to reject God. Then we can see Paul is calling out to this man and saying that you are an enemy of God. അതുകൂടാതെ ഫിലിപ്പിയ ലേഖനം 3-ാം അധ്യായത്തിന്റെ 28-ാമത്തെ വാക്യത്തിൽ അപ്പോസ്തലനായ പൗലോസ് ക്രിസ്ത്യാനി ആയ ശേഷം
യഹൂദന്മാരുടെ കർമ്മവും പരിച്ഛേദനയും ഏൽക്കണമെന്ന് ക്രിസ്ത്യാനികളെ യേശു പറഞ്ഞതോ അപ്പോസ്തലന്മാർ പറയാത്തതുമായ കാര്യം പഠിപ്പിച്ചപ്പോൾ അവരെ ശത്രുക്കളായിട്ടാണ് And പറഞ്ഞിരിക്കുന്നത്. when we see that in Philippians chapter, and it says that when they became Christians, he wanted to teach them that they have to follow the rituals and customs of the Jewish culture. And when they did, when this kind of doctrine was being poured out to those people, it has been termed as that he has been against God. അപ്പോൾ ദൈവവചനത്തിൽ ഇല്ലാത്തത് കൂട്ടിക്കലർത്തുകയും ക്രൂശിന്റെ ശത്രുക്കളായി നടന്ന് യഹൂദന്മാരുടെ പ്രമാണവും കർമ്മമാർഗത്തിൽ രക്ഷയുണ്ട് എന്ന് പഠിപ്പിച്ചവരോട് അപ്പോസ്തലനായ പൗലോസ് പറയുന്നത് അവർ ക്രൂശിന്റെ ശത്രുക്കളായി നടക്കുന്നു, അവരുടെ അവസാനം നാശമാണ്, അവരുടെ വയറാണ് അവരുടെ ദൈവം, ലജ്ജയായതിൽ അവർക്ക് മാനം തോന്നുന്നു, ഭൂമിയിലുള്ളത് ചിന്തിച്ചുകൊണ്ട് ഈ ലോകത്തിലേത് അവർ സ്നേഹിച്ചുകൊണ്ട് നടക്കുന്നു. 3:18-19. And we can see that in Philippians chapter 3 verse 18 and 19, it says that these people wanted to add on to the word of God, and they wanted to add on the customs and rituals to the pure gospel. That moment when Paul is exhorting to them and saying that you are doing the wrong thing, you are going against the word of God. Because of that, you have become the enemies of the word and enemies of God himself. അപ്പോൾ ജാതികളായിരിക്കുമ്പോൾ ദൈവത്തെ മാനിക്കാതെ അവർക്ക് ഇഷ്ടമുള്ള ജീവിത രീതി ചെയ്യുമ്പോൾ ശത്രുക്കളായതുപോലെ കർത്താവിനെ നിഷേധിച്ച യഹൂദന്മാർ ശത്രുക്കളാകുന്നത് പോലെ ക്രൂശിന്റെ വചനത്തിന് എതിരായി കർമ്മമാർഗം പറഞ്ഞുകൊണ്ടുവരുന്ന ഒരു കാലത്ത് ക്രിസ്ത്യാനിയായിട്ട് പിന്തിരിഞ്ഞു പോകുന്നവരെയും ശത്രുക്കളായിട്ടാണ് പറഞ്ഞത്. And we can see that when you are Gentiles, you become an enemy of God. But again, the next thing is that even though you are Jews and you reject God, you are the called children of God himself, and you call yourself as the children of God, and you reject God, and then you add on to the pure gospel, and you add another thing which you can, by deeds you can enter the kingdom of God. These kind of things added, you still become an enemy of God. അപ്പോൾ എന്നെ കേൾക്കുന്ന പല പ്രിയപ്പെട്ടവർക്ക് ന്യായീകരിക്കാനിടയുണ്ട്. ഞാനൊരു ജാതിയല്ല, ഞാനൊരു ക്രിസ്ത്യാനിയാണ്, ഞാനൊരു യഹൂദനല്ല, ഞാൻ കർത്താവിനെ റിജക്ട് ചെയ്തിട്ടില്ല, ഞാൻ കർമ്മമാർഗം വേണമെന്ന് പഠിപ്പിക്കുന്നില്ല, പരിച്ഛേദനയൊന്നും എൻ്റെ ജീവിതത്തിൽ കൊണ്ടുവരുന്നില്ല. പക്ഷേ യാക്കോബിന്റെ ലേഖനം 4-ാം അധ്യായത്തിന്റെ 4-ാം വാക്യത്തിൽ നമ്മളെ ഒക്കെയും ഭയപ്പെടുത്തുന്ന ഏത് വ്യക്തിയെയും വളരെയധികം ഇരുത്തി ചിന്തിപ്പിക്കുന്ന ഒരു വാക്യം പറഞ്ഞിട്ടുണ്ട്. Many times we can claim that, oh, I am not a Jew, that I reject Jesus Christ, I'm not adding anything to the gospel, or I am not adding to the word of God, or I'm not a Gentile anymore, I'm not just like any other people. But we can see that even though we claim all those things, we can see in the book of James, it says something which is you have to be fearful about what it says out there. അവിടെ ഇതാ പറഞ്ഞിരിക്കുന്ന ലോക സ്നേഹം ദൈവത്തോട് ശത്രുത്വമാകുന്നു എന്ന് നിങ്ങൾ അറിയുന്നുവല്ലയോ, ആകയാൽ ലോകത്തിന്റെ സ്നേഹിതനാകുവാൻ ഇച്ഛിക്കുന്നവനെല്ലാം ദൈവത്തിന്റെ ശത്രുവായി തീരുന്നു. There it says that those who love the world, those who love the world have become enemies with Christ himself. And so whatever you love of this world, you become an enemy of God as well. ഈ ലോക സ്നേഹം ഇല്ലാത്തത് ആരും തന്നെ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. I don't think there is anybody in this earth who does not love this world. ലോക സ്നേഹം ഇല്ലെന്നൊക്കെ നാം പറഞ്ഞാലും നമ്മളിലൊക്കെ ലോക സ്നേഹമുണ്ട്. Even though we claim that we don't love this world, but still there is something in us which we love this world എന്നാൽ too. ഇവിടെ പറഞ്ഞിരിക്കുന്ന ലോക സ്നേഹത്തിൽ മുങ്ങിക്കിടക്കുന്നവരെ But കുറിച്ചാണ്. here it says that those people who are dwelling in the love of this world, അവരെ ശത്രു എന്ന് മാത്രമല്ല കർത്താവ് പേര് it is വിളിച്ചിരിക്കുന്നത്. not only God calls them as an enemy. അത് അറിയുന്ന ലോക സ്നേഹം ദൈവത്തിന് എതിരാണെന്ന് അറിഞ്ഞിട്ട് അതിൽ തുടരുന്നവരെ ദൈവം വിളിച്ചിരിക്കുന്ന വ്യഭിചാരിണികളെ എന്നാണ്. Excuse me. Those who have knew that this is wrong, and those who knew that loving this world is against the will of God, then here it is not only as an enemy, it is not termed as an enemy, but it is says that you have done adultery. That's how it is been termed here. അപ്പോൾ ദൈവത്തെ സ്നേഹിക്കേണ്ടതിന് പകരം ലോകത്തെയും അതിന്റെ ഇമ്പങ്ങളിലേക്കും പോകുന്നവരെ കർത്താവ് ഒരു വേശ്യയോടെ അല്ലെങ്കിൽ വ്യഭിചാരത്തിൽ ഇടപെടുന്നവനോട് തുല്യമായിട്ടാണ് സാദൃശ്യപ്പെടുന്നത്. Those who love this world and those who are dwelling inside, drowning themselves in the love of this world, here God himself is calling out to that person, say they've been compared to an adulteress. നാം ദൈവത്തിന് അനുകൂലമല്ല, ദൈവം നമുക്ക് അനുകൂലമല്ല, ദൈവം നമുക്ക് ശത്രുവാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. Here it says that God is not with us, God is not a friend of us, but here it says that God is an enemy to us. അപ്പോൾ റോമാലേഖനം 8-ാം അധ്യായത്തിന്റെ 31-ാം വാക്യത്തിൽ ദൈവം പറയുകയാണ്, ദൈവം അനുകൂലമെങ്കിൽ കാര്യം നല്ലതാണെന്ന്. In Romans chapter 8 it says that if God is for us, everything is well with us. അപ്പോൾ ഇവിടെ നാം ചിന്തിക്കേണ്ടത് നമ്മുടെ ജീവിതത്തിൽ ദൈവം ആഗ്രഹിക്കാത്ത ലോകസ്നേഹം കടന്നു വരുമ്പോൾ നാം വിചാരിക്കാത്തതിനേക്കാൾ വലിയ കോൺസിക്വൻസ് ആണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. But
here we see that when we think that this worldly love comes into our life, there are things with the consequences will be very you cannot comprehend what kind of consequences is going to be. ഒരു വള്ളത്തിൽ ഒരു തുള്ളി വെള്ളമൊന്നും കയറിയാൽ ആ വെള്ളം മുക്കിക്കളയത്തില്ല. അത് ക്രമേണ ഓരോ തുള്ളിയാണെങ്കിലും കയറി അത് മുങ്ങുമാറാകുമ്പോഴാണ് നമ്മൾ ഭയപ്പെടാൻ തുടങ്ങുന്നത്. Yeah, many times if you have one drop of water in a boat, will not sink that boat, but by gradually it will increase. At the time of that verge, when it is about to sink, then we fear about it. ഈ പലപ്പോഴും പറയുന്ന ഒരു ഉദാഹരണമുണ്ട്. ഒരു പച്ചവെള്ളത്തിലെ ഒരു തവളയെ എടുത്തിട്ടിട്ട് അടിയിൽ ചൂട് പിടിപ്പിച്ചാൽ അത് ആദ്യം ചെറിയ ചൂടായതുകൊണ്ട് അതിലങ്ങനെ സന്തോഷിച്ച് അത് നല്ല ആനന്ദമായി അവിടെ കിടക്കുമെന്നാ പറഞ്ഞിരിക്കുന്നത്. There is a saying that if you put a frog in calm water and you burn from the down, when you burn it, for the moment it will be warm, it will be happy and it will be enjoying in that water. ആ ചൂട് കൂടും തോറും അത് രക്ഷപ്പെടാൻ നോക്കാറില്ല. ആ ചൂടിന്റെ ചെറിയ ചൂട് കൂടി വരും തോറും അത് സന്തോഷിക്കുകയാണ് ചെയ്യുന്നത്. Yeah, when the temperature increases, it will not run away or it will jump out. When the temperature increases, it will have more joy because the water is getting warmer and warmer. അത് തിളച്ചാലും അത് ചാടിപ്പോകയില്ല, അവിടെ കിടന്ന് ചാകുകയുള്ളൂ. But ultimately what happens is that when they start boiling, it cannot escape anymore. It will just die in that water. ആദ്യം ചെറിയ വാമായ ഒരു ചെറിയ ചൂടായി അത് വരുമ്പോൾ അതിന് സന്തോഷമുണ്ട്. അത് മെല്ലെ കൂടി വരുമ്പോഴും ആ സന്തോഷത്തിൽ നിലനിൽക്കുന്നത് കൊണ്ട് രക്ഷപ്പെടാൻ അത് മറന്നു പോകുകയാണ്. Yeah, because of that warm temperature of the water, it feels good to that frog and it forgets to escape. It thinks that is the way it is, but until the time of boiling, it will lose everything and it will forget to escape himself. എന്നാൽ ഒരു ചൂടുവെള്ളത്തിലേക്ക് അതിനെ പിടിച്ച് പെട്ടെന്ന് ഇട്ടാൽ അത് ചാടി രക്ഷപ്പെടും. But if you throw them into a boiling water directly, it will just jump out of that water. അതുപോലെയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്ന ക്രിസ്ത്യാനികളെ യാക്കോബിന്റെ ലേഖനത്തിൽ പറഞ്ഞിരിക്കുന്ന ദൈവമക്കളെ. This is what the children of God has been termed by in the book of James. ഓ ആ പാപമോ അത് വലിയ പാപമാ, 10 കൽപ്പനയാണോ അത് വലിയ പാപമാ, അല്ലെങ്കിൽ ഈ പാപം പാപമാ ആ പാപം പാപമാണ്, അത് ദൈവം വെറുക്കുന്നതാണ്. പക്ഷെ മെല്ലെ കടന്നുകൂടുന്നത് ചെറിയ പാപത്തിൽ നിന്നാണ് വലിയതിലേക്ക് കടന്നു പോകുന്നത്. പാപം ഇവിടെ ഉദ്ദേശിക്കുന്നത് വേറെ ഒന്നുമല്ല, ലോകസ്നേഹത്തെ ആയതുകൊണ്ട് ഇതിൽ നിന്ന് രക്ഷപ്പെടുവാൻ വളരെ ബുദ്ധിമുട്ടാണ്. Many times we categorize ourselves, oh that sin because it's a mosaic law, okay, that is a sin, this is a sin, we term that. But there are small sins in our life which gradually increases and later in life and which is termed here as the love of this world. When you dwell into it more and more, it is impossible to escape from that. അപ്പോൾ നമ്മൾ വിചാരിക്കും, നമ്മളെല്ലാവരും നോക്കുന്ന ഉടനെ നമ്മൾ വിചാരിക്കും നമ്മളുമായി ദൈവമായിട്ട് വളരെ സൂപ്പറാണ്, ഞാൻ ആരാധിക്കുന്നുണ്ട്, ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട്, ഞാൻ ദശാംശം കൊടുക്കുന്നുണ്ട്, ഞാൻ കർത്താവിന്റെ സുവിശേഷം പറയുന്നുണ്ട്. പക്ഷേ നാം അറിയുന്നില്ല ലോകസ്നേഹത്തിൽ എത്രമാത്രം മുങ്ങിയിരിക്കുന്നു എന്ന്. Many times we assume ourselves, okay, I'm doing this thing to the church, I'm going to church, I'm praying, I'm doing this and that, but we don't understand how much more you are getting into the love of this world. നമ്മുടെ ദൈവം നമ്മുടെ അനുകൂലമാണെങ്കിൽ നമുക്ക് അനുഗ്രഹം ഉണ്ടാകുമെന്ന് നാം അങ്ങ് ഊഹിക്കുകയാണ്, പ്രതീക്ഷിക്കുകയാണ്, ജീവിക്കുകയാണ്. We assume ourselves, we say that because God, all our needs have been met, that is why God is for us, and we think that way and we live a lifestyle likewise. എനിക്ക് തോന്നുന്നത് ലോകത്തിൽ വെച്ച് ഏറ്റവും നല്ല മാതാപിതാക്കളെ മറിയയും ജോസഫുമാണെന്ന്. I think the best mother and father was Mary and Joseph. കാരണം കർത്താവ് ഇത്രയും മനുഷ്യരുണ്ടായിട്ട് തെരഞ്ഞെടുത്തതാണ് മറിയെ കൃപ കൊടുത്ത്. ജോസഫിനെ തെരഞ്ഞെടുത്തതിന്റെ ആ മനുഷ്യൻ നീതിമാനായിരുന്നു. അങ്ങനെ ഒരു വലിയ ആഘാതം തനിക്ക് ഏറ്റിട്ടും ദൈവം പറഞ്ഞപ്പോൾ അതിനെ അംഗീകരിച്ചപ്പോൾ താൻ ഒരു ശുദ്ധ നല്ല മനുഷ്യനായിരുന്നു. Yeah, because when God chose Mary to be the mother of Christ, we can understand that because there were hundreds and thousands of people in this world that moment when God chose both of them. Like Joseph, we can assume that Joseph would have been a very innocent, a righteous man. That's why God chose both of them. 12-ാം വയസ്സിൽ ദേവാലയത്തിൽ പോയിട്ട് യേശു അവരോടൊപ്പം ഉണ്ടായിരിക്കുമെന്ന് ഊഹിച്ച് അവർ ഒരു ദിവസം വഴിയാത്ര നടന്നു. And it says that at the age of 12, when they took Jesus to the temple, they assumed that Jesus was along with them, and they didn't bother much about Jesus. They had a one-day-long journey. ലൂക്കോസ് 2:44 അത് വ്യക്തമായി പറഞ്ഞിരിക്കുക, യേശു അവരോടൊപ്പം ഉണ്ടെന്ന് അവർ ഊഹിച്ച് നടന്നു. In Gospel of Luke, it specifically says that God was, they assumed that Jesus was going along with them. നമ്മളും അങ്ങനെ
എങ്ങനെയാ വിചാരിക്കുന്നത്? യേശു എനിക്ക് അനുകൂലമാണ്, കർത്താവ് എന്നോട് കൂടെയുണ്ട്. അങ്ങനെ ഒരു ഊഹാഭോഗത്തിന്മേൽ നടക്കുന്ന ഒരുപാട് പേരുണ്ട്. ഇത്ര ശ്രേഷ്ഠമായ മാതാപിതാക്കൾക്ക് ഈ കുഴപ്പമുണ്ടെങ്കിൽ ബാക്കിയുള്ള നമ്മുടെ കാര്യം നമുക്ക് ഊഹിക്കാനുണ്ടോ? Yeah, there are many people in this world who assume themselves that God is with them, and God is meeting all their needs and requirements. We can understand that when these two people could miss Jesus for a day because of their assumption about what Jesus was, that they went a one-day long journey without even knowing what is happening, then how much more we will be like them, these people. പഴയ നിയമത്തിൽ ദൈവപ്രവാചകന്മാരെ നിഷേധിച്ച് ദൈവത്തിന് ഇഷ്ടമില്ലാതെ ഇസ്രായേൽ മക്കൾ പോയപ്പോൾ ദൈവത്തിന്റെ തേജസ് ദേവാലയത്തിൽ നിന്ന് പൊങ്ങിപ്പോകുന്നത് എസെക്കേൽ കാണുകയും അത് 10-ാം അധ്യായത്തിന്റെ 8 മുതൽ താഴോട്ടുള്ള വാക്യങ്ങളിൽ വ്യക്തമാക്കിയിട്ടും അവര് ദേവാലയമുള്ളത് കൊണ്ട് ദൈവം അവിടെ ഉണ്ടെന്ന് ഊഹിച്ചുകൊണ്ട് ശത്രുക്കൾ വന്നപ്പോൾ ഞങ്ങൾക്കൊന്നും പറ്റുകയില്ല, ദേവാലയമുണ്ട്, ദൈവമുണ്ട്, പരിശുദ്ധ സ്ഥലത്ത് ഒരു ശത്രുവിനും കയറാൻ പറ്റുകയില്ലെന്ന് അവർ ഊഹിച്ചു. When Ezekiel saw the glory of God departing the temple, even though they were conducting all the prophets and all the people, the leaders, priests were conducting all the rituals, but when the enemy came to attack, they assumed themselves that the glory of God still dwells there. They thought that God is with them, and they were simply assuming, but Ezekiel saw it, the glory of God departing that place. അവരുടെ ശ്രേഷ്ഠനായ മഹാപുരോഹിതൻ പോലും ഭയപ്പെട്ട് കയറുന്നിടത്ത് ഒരു ജാതി വന്ന് കയറിയാൽ നിശ്ചയമായോൻ മരിക്കും, അവർക്ക് രക്ഷപ്പെടാമെന്ന് അവർ ഊഹിച്ച് മുന്നോട്ട് പോയി. പക്ഷേ ദൈവത്തിന്റെ ആത്മാവ്, ദൈവത്തിന്റെ മഹത്വം, ദൈവത്തിന്റെ സാന്നിധ്യം അവിടെ നിന്ന് നഷ്ടപ്പെട്ടില്ല എന്ന് അവർ ഊഹിച്ച് ജീവിക്കുകയായിരുന്നു. They assume that there is a place where even the high priest cannot go, that he cannot just move into that place without the holiness which is supposed to be. They assume that if a Gentile king can walk in there, he will be killed and he will be no more. And they assume that this would happen, and they were just resting like that. But ultimately, what happened is that they didn't know that the glory of God already departed that temple. അത് നെബൂഖദ്നേസർ വന്ന് ദേവാലയം മാത്രമല്ല ദേശത്തെ മുഴുവൻ മതിലും സകലതും നശിപ്പിച്ച് ഒരൊറ്റ മാന്യനായ ഒരു വ്യക്തിയെ പോലും ഇല്ലാതെ അവരെ അടിമകളായി പിടിച്ചു. And we can see that Nebuchadnezzar came and conquered that land, and he killed the whole thing, and he demolished the entire walls of that temple, and he conquered people, and there were not even one good person in that land. കർത്താവിന്റെ കാലത്തും ദേവാലയം വളരെ മനോഹരമായിരുന്നു. അതത്ര ഭംഗിയുള്ളതാണെന്ന് യേശുവിനെ പോലും വിളിച്ചു കാണിക്കുവാൻ അപ്പോസ്തലന്മാർ ധൈര്യം കാണിച്ചിരുന്നു. അവിടെ യേശു തമ്പുരാൻ കയറി ചെന്നപ്പോൾ യേശു പറയുന്നത്, ഇവിടെ പ്രാർത്ഥനാലയം എന്ന് പേരേ ഉള്ളൂ, പക്ഷേ ഇവിടെ നടക്കുന്നത് കള്ളത്തരമാണ്, ഇവിടെ നടക്കുന്നത് ബിസിനസ്സാണ്. അതുകൊണ്ട് അവരെ എല്ലാം ചാട്ട എടുത്ത് അടിച്ചു പുറത്താക്കുന്ന ഒരു പ്രകൃതിയാണ് കർത്താവ് കാണിച്ചത്. We can see that when at the time of Jesus, the temple was with the most beautiful, magnificent structure. Even the apostles dared to call Jesus and took him to show around the church, that temple. But we can see that when Jesus entered, he said, this is no more a temple, this is just a namesake. It is a place of prayer, but rather this has become a marketplace. And he drew the whole people out of that temple. പുറം നോക്കിയാൽ മനോഹരം, അകം നോക്കിയാൽ വളരെ ഓർഡറായിട്ട് മഹാപുരോഹിതന്മാര്, ശാസ്ത്രിമാര്, സദൂക്യന്മാര്, പരീശന്മാര് എല്ലാം ഒരു തുളസിക്ക് പോലും അല്ലെങ്കിൽ കടുകിന് പോലും ദശാംശം കൊടുത്ത് കർമ്മനിരതരായിരിക്കുന്ന ഉടനെ അവരെല്ലാം ഓൾ റൈറ്റ് ആണ്, ദൈവം അവരോട് കൂടെയുണ്ട്, അവര് ദൈവത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നു എന്ന് ചിന്തിക്കുമ്പോൾ യേശു പറയാണ്, ഇതിനൊരു പേരേ ഉള്ളൂ, പ്രാർത്ഥനാലയം, പക്ഷേ ഇത് കള്ളന്മാരുടെ ഗുഹയാണ്. But when we can see that from outside it looks magnificent, inside everything is in orderly and structural. You can see the Pharisees, the Sadducees, the scribes, and all those people are gathered, the priests are gathered, they are doing everything according to the Mosaic law, what they're supposed to do. Everything is precisely conducted. But you can see that when Jesus entered, he said, this is just for namesake a place of prayer, but rather this is just a marketplace, this is the den of thieves. പലപ്പോഴും മറിയെ പോലെയും ഈ യഹൂദന്മാരെ എസക്കേലിന്റെ കാലത്ത് ജീവിച്ചിരുന്നവരെ പോലെയും യേശുവിന്റെ കാലത്ത് ജീവിച്ചിരുന്നവരെ പോലെയും നാം തെറ്റിദ്ധരിച്ച് ദൈവം നമുക്ക് അനുകൂലമാണെന്ന് വിശ്വസിച്ച് നാം നടക്കുകയാണ്. Yeah, many times like Mary and Joseph, like the Jews at the time of Ezekiel, and the people, like the people at the time of Jesus who claimed the temple God was there. Likewise, we also misunderstand ourselves. We think that God is with us and God is for us, and we just live a lifestyle accordingly. ഇതൊക്കെ തെറ്റിദ്ധാരണയുടെ പകരമാണെങ്കിൽ
ഈ 1 ശമൂവേൽ 4-ാം അധ്യായത്തിന്റെ 4-ാം അധ്യായം നാം വായിക്കുമ്പോൾ ഏലിയുടെ മക്കൾ ദുഷ്ടന്മാരും നിഷ്ഠൂരന്മാരുമായിരുന്നു. അവർ വളരെയധികം പാപം പരസ്യമായി ചെയ്തിട്ടും അവരെ യുദ്ധത്തിന് പോയപ്പോൾ അവർക്ക് പരാജയമാണെന്ന് തോന്നിയപ്പോൾ പെട്ടകം പാളയത്തിൽ കൊണ്ടുവന്ന ഒരു സന്ദർഭമുണ്ട്. These are all misunderstandings. We can see that, but we can see in 1 Samuel chapter 4 it says that the sons of Eli, they were wicked people. They were the cruelest of all, and they did all the sins, exposing themselves outside to the outside world. But when they went for the war, when they were about to defeat themselves, they were about to be conquered by their enemies, they took the ark back to the camp. അവിടെ അവര് തെറ്റുകാരാണെന്ന് അവർക്കറിയാം. അവരുടെ അപ്പനായ ഏലിയായ മഹാപുരോഹിതനറിയാം. ഒരു പ്രവാചകൻ വന്ന് അവർക്ക് വാണിംഗും കൊടുത്തു. പക്ഷേ അതൊന്നും സാരമില്ല, ജീവിതത്തിന്റെ ഭാഗമായി അവരെ ഏറ്റെടുത്തിട്ട് യുദ്ധത്തിന് പോയപ്പോൾ പെട്ടകം കൊണ്ടുവന്നാൽ കാര്യം റെഡിയാകുമെന്ന് അവരും തെറ്റിദ്ധരിച്ചു. We can see that Eli knew that they are sinners, that sons knew that they are wicked people. Everybody knew that because they were exhibiting that to the outside world. But when they went for the war, they misunderstood that if they carry the ark, everything will be okay, and that was an assumption that what that made. ഇതുവരെ പട്ടകം വന്നപ്പോഴൊക്കെ അവർക്ക് വിജയം ലഭിച്ചിട്ടുണ്ട്. Because so far, whenever the ark was with them, they were always victorious. എന്നാൽ ദൈവമഹത്വം അവരിൽ നിന്ന് പോയി എന്ന് അവിടെ ഡിക്ലെയർ ചെയ്യത്തക്ക രീതിയിലുള്ള സാഹചര്യമാണ് ഇവിടെ വന്നിരിക്കുന്നത്. Now there is a situation right now to declare themselves that the glory of God already departed from that place. എന്നാൽ അവരെ ഒന്ന് നോക്കിക്കേ, ഈ ഫിനെഹാസിനെയും ഒഫ്നിയെയും പട്ടാളക്കാരെ എല്ലാം ഒന്ന് നോക്കിക്കേ, കൈ അടിച്ച് ബഹളം വെച്ച് പാട്ടുപാടുകയാണ്. ഭൂമി കുലുങ്ങുമാർ അവർ ഉച്ചത്തിൽ ആർത്തു എന്നാ പറഞ്ഞത്. But we can see that we can read it there. Phinehas and Ophinius and all the rest of the soldiers standing, they were like shouting and they were singing, and it says that they were like shouting that the earth could tremble at their sound. ഇന്നും ഇതാണ് സഭയിൽ തെറ്റുണ്ടെന്നും പരാജയമുണ്ടെന്നും അഴുകിയിട്ടുണ്ടെന്നും പൊള്ളയാണെന്നും പറഞ്ഞാലും കൺവെൻഷൻ കയറി 3 അന്യഭാഷ പറഞ്ഞ് ജനങ്ങളെ ഇളക്കി തൂവാല കാണിച്ചാൽ ഉണർവാണെന്നാണ് ജനങ്ങൾ മിക്കതും തെറ്റിദ്ധരിച്ചിരിക്കുന്നത്. The same thing is happening nowadays. Even though there are sin which is blending in the people's lives, even though every wickedness is going on, but still they think that when you go to a crusade and you shout out some kind of words and joyful noises, when you make there, you think that there is a revival and you think that God is with them. അവിടെ ദൈവഭക്തിയുടെ വേഷമുണ്ട്. ദൈവശക്തിയെ അവർ ത്യജിച്ചു കളഞ്ഞതുകൊണ്ട് പുറമേയുള്ള ബഹളമുണ്ട്, ഉച്ചയ്ക്ക് ആഹ്ലാദിക്കുന്നുണ്ട്, ഉറക്കെ പാടുന്നുണ്ട്, ഏറ്റവും വലിയ ശബ്ദത്തിൽ അന്യഭാഷ പറയുന്നുണ്ട്. പക്ഷേ ഭൂമി കുലുങ്ങിയേക്കാം. പക്ഷേ ദൈവം അവിടെ ഉണ്ടോ എന്നുള്ളതാ പ്രശ്നം. There we can see they wear the mask of God's fear, but rather the strength of God has departed that place. There is no more glory of God, and they shout out like the way even the earth can tremble. They can scream out and they can speak in tongues, but the problem is that they assume God is with them, but the reality is that God's glory has been gone. അതിന് ഒരു കാരണമേ ഉള്ളൂ. ഇന്നലെയൊക്കെ പെട്ടകം വന്നപ്പോൾ വിജയം നേടി, മിനിഞ്ഞാന്നത് സംഭവിച്ചു. അതുകൊണ്ട് ഇപ്പോഴും ചില ചടങ്ങുകൾ ചെയ്താൽ, പണ്ടത്തേതുപോലെ കാര്യങ്ങൾ പുറമേയുള്ളത് ചെയ്താൽ ദൈവശക്തി വെളിപ്പെടും. ദൈവത്തിന്റെ ശക്തി അവിടെ ഉണ്ട്, ദൈവം പ്രവർത്തിക്കും, ദൈവം അനുകൂലമാണെന്ന് നാം മനസ്സിന് വിരോധമായി അബ്രഹാം ആശയ്ക്ക് വിരോധമായി ആശയോട് വിശ്വസിച്ചെന്ന് പറഞ്ഞതുപോലെ ഇതൊക്കെയും നമ്മുടെ കണ്ണിന് മുൻപിലുള്ളപ്പോൾ അതിനെതിരായി മനഃപൂർവമായി നാം മറ്റുള്ളവരെ പറഞ്ഞു വിടുകയും നാം ജീവിക്കുവാൻ ശ്രമിക്കുകയും അതൊരു ഉപാധിയായി കണ്ടുപിടിക്കുകയുമാണ് ചെയ്യുന്നത്. The reason is that yesteryears whenever they had the ark with them, they were always victorious. It happened in their life. Right now they have went away from the way of the Lord, and they have been wicked and sinful in their nature. Still again they think that if they carry the ark, they will be victorious. Likewise in our lives, even though we have everything, we do things which is against the word of God, against the principles of God, then again we assume ourselves that God is with us. That is just a foolish nature of ours. അപ്പോൾ നമ്മൾ ചോദിച്ചേക്കാം, അയ്യോ അങ്ങനെയാണോ? നമ്മൾ എന്തെങ്കിലും തെറ്റ് ചെയ്താൽ ഉടനെ ദൈവം നമ്മെ അങ്ങ് തകർത്ത് കളയുമോ? തീർച്ചയായുമില്ല. അതിന് നല്ല ഉദാഹരണമാണ് മോശയും കൂട്ടരും കടന്നു വന്നപ്പോൾ ദൈവമല്ലാതെ വേറൊരു ആരും നിങ്ങൾ ആരാധിക്കരുതെന്ന് പറഞ്ഞ് അവർക്ക് പ്രമാണം കൊടുത്തിട്ട് അത് ഒന്ന് മഷി ഉണങ്ങുന്നതിന് മുൻപ് തന്നെ
അവർ കാളക്കുട്ടിയെ ഉണ്ടാക്കി ആരാധിക്കുന്നത് നമുക്ക് പുറപ്പാട് പുസ്തകം 32-ലും 33-ലും കാണാം. Then we will have a question that, oh, if you sin and if God is like that, is he going to destroy us? Is he going to punish us? But we can see it in Exodus chapter 13. It says that when Moses was given the law written by God, by the time he came down the mountain, he can see that within the span of time, we can see they've already built up a calf, and they started worshipping that. അപ്പോൾ അവിടെ ദൈവം കോപം വന്നിട്ടും നശിപ്പിക്കണമെന്ന് ആഗ്രഹിച്ചിട്ടും അവരോടൊപ്പം നടക്കത്തില്ലെന്ന് വിചാരിച്ചിട്ടും അവിടെ ചില പ്രാർത്ഥിക്കുന്ന മോശമാർ എഴുന്നേറ്റത് കൊണ്ട് കഷ്ടിച്ച് രക്ഷപ്പെട്ടെന്ന് മാത്രമേ. But we can see that even though God was angry with them, God wanted to destroy them completely. But we can see that in spite of all that feeling of God, we can see there were some Moses who were praying. That is why they barely escaped the wrath of God. പാവം പിടിച്ച ദൈവദാസന്മാരും ദാസിമാരും ഇരുന്ന് പ്രാർത്ഥിക്കുന്നത് കൊണ്ട് വരേണ്ടതായ ദൈവക്രോധം തെന്നിമാറുന്നു എന്നല്ലാതെ നീ ചെയ്ത മഹിമ, നീ ഉയർത്തി കാണിക്കുന്നതൊന്നും ദൈവത്തിന് പ്രസാദമായിട്ടല്ല. ദൈവം അത് പദ്ധതി വെച്ചിട്ടും കരുണ തോന്നിയതാണ്. കർത്താവിൻ്റെ മധ്യസ്ഥത കൊണ്ട്, പരിശുദ്ധാത്മാവിൻ്റെ കരുണ കൊണ്ട്, ദൈവത്തിൻ്റെ സ്നേഹം കൊണ്ട് അതിനെ മുറിച്ചു കളയാതെ 1 വർഷം കൂടെ നീട്ടിത്തരിക മാത്രമാണ്. അനേക പാപങ്ങൾ പ്രാർത്ഥിക്കുന്നത് കൊണ്ട് അവരുടെ പ്രാർത്ഥനയെ കർത്താവിന് നിഷേധിക്കാൻ കഴിയാത്തത് കൊണ്ട് ദൈവം അങ്ങ് അനുവദിക്കുകയാണ് മുന്നോട്ട് പോകാൻ. But we have to understand one thing, that they were faithful servants of God, fervently praise, kneeling down in the presence of God because of the mercy of God upon those people, because they are interceding for a few of those people who are interceding on behalf of the people. That is why God's wrath is not directly coming upon us. He is giving us one more chance, that because of the mercy, the grace of God which is been poured onto us, that is why his punishment, his wrath is not coming upon, because God is still honoring his saints who kneels down in his presence. പക്ഷേ ദൈവം അവിടെ ഒരു കാര്യം പറയുന്നുണ്ട്, അതാണ് ശ്രദ്ധിക്കേണ്ടത്. ഞാൻ നിങ്ങളുടെ കൂടെ വരത്തിൽ ഒരു ദൂതനെ അയക്കാൻ, സെക്കൻഡറി ഒരു അനുഗ്രഹം തന്നെ കാര്യം അങ്ങ് പൊയ്ക്കോളാം. Yeah, but there is one thing God is saying, that I'm not going to go with you, but I'll send a messenger. I will send an angel along with you. I'll just bless you that way. അപ്പോൾ ഭക്തനായ മോശയ്ക്ക് മനസ്സിലായി, ദൂതൻ വന്നാലും ദൈവം കൂടെ വന്നാലും ദൈവ അനുകൂലമായുള്ള സ്ഥിതിവിശേഷം. Yeah, then Moses understood that if the angels comes along and if God is with them, and these two have a big difference. മോശയുടെ പ്രാർത്ഥനാ രീതി, സംസാരം നിങ്ങൾ ശ്രദ്ധിച്ചേ. ആദ്യം പറയുന്നു, അവരെ കൊല്ലുന്നതിന് മുമ്പ് എന്നെ കൊല്ലേ, അവരെ കൊല്ലുകയാണെങ്കിൽ അവരെ ശിക്ഷിക്കുന്നതിന് മുമ്പ് എന്നെ അങ്ങ് ശിക്ഷിച്ചേരെ, എന്നെ ജീവപുസ്തകത്തിന്റെ അതിൽ നിന്ന് പേരങ്ങ് മായ്ച്ചു കളഞ്ഞേരെന്നും പറഞ്ഞ് കർക്കശമായി ദൈവസന്നിധാനത്തിൽ താൻ ഏതുമില്ലാതെ നിലവിളിക്കുന്നത് കൊണ്ട് ഒന്നാമത്തേത് രക്ഷപ്പെട്ടു. You know, we can see the way how Moses was pleading unto God. He was very stubbornly saying that if you want to destroy them, before that you have to kill me. And he was very stubborn in his prayers and in his words. That is why he escaped the first wrath of God. അപ്പോൾ ദൈവം വരത്തില്ല, ദൂതനെ വിടത്തുള്ളെന്ന് പറയുമ്പോൾ ഞാൻ പറയുന്നത്, മോശ പറയാണ്, ഞാനും പോകുന്നില്ല, ഞാനും ഇവിടെ താമസിക്കാൻ പോകും. Yeah, when God said that, okay, I will send the angel along with you. Now Moses is again telling that then if that's the way you're going to do, then I'm not going. I'm going to stay in this place. സഹോദരി സഹോദരന്മാരെ, നമ്മൾക്ക് വേണ്ടി മധ്യസ്ഥ അണയ്ക്കുന്ന, നമുക്ക് വേണ്ടി കരയുന്ന, ജീവനെ വെടിഞ്ഞ് പട്ടിണി കിടന്ന് ഉപവസിക്കുന്ന, പ്രാർത്ഥിക്കുന്ന, കർത്താവിന്റെ മുൻപിൽ നിരന്തരമായി നിലവിളിക്കുന്ന ചിലരുള്ളത് കൊണ്ട് കർത്താവ് നശിപ്പിക്കുന്നില്ലെന്ന് മാത്രമല്ല, നമ്മോടുകൂടെ യാത്ര ചെയ്യുന്നു എന്നുള്ളത് ഒരു സത്യാവസ്ഥയായി ഇന്നും വിശേഷിക്കുന്നു. You have to understand the truth, dear brothers and true sisters. It is not because of your might and merit, because you are surviving each every day. It's not because of you, because it's the reason is that there are saints of God who are fervently in the presence of God, interceding for you and me. Because of the mercy which is being poured onto them, God is showing that grace and mercy to you and me. That is why we are surviving every moment of our day. അപ്പോൾ ദൈവം പ്രതികൂലമാണെങ്കിൽ ഇതൊക്കെയാണ് സംഭവിക്കുന്നത്. If God is against us, these are the things which is going to happen. എന്നാൽ ദൈവം നമുക്ക് അനുകൂലമാണെങ്കിൽ എന്തെല്ലാമാ സാധിക്കുന്നത്? But if God is for us, what are the things we are going to achieve? 8-ാം അധ്യായത്തിന്റെ 1-ാം വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നു, ക്രിസ്തുയേശുവിലുള്ളവർക്ക് ഒരു ശിക്ഷാവിധിയുമില്ല. And in chapter 8 of the first verse says that therefore there is no condemnation for those who are in Christ now. എന്തുകൊണ്ടെന്ന് വെച്ചാൽ ദൈവം അവരെ അഡോപ്റ്റ് ചെയ്ത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ കൊടുത്തിരിക്കുന്നു. Because God has adopted them into his family and the Holy Spirit has been poured onto them. 28-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ ദൈവത്തെ സ്നേഹിക്കുന്ന, അടിവരയിടണം, ആർക്കുമല്ല, ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് സകലതും നന്മയ്ക്കായി കൂട്ടി വ്യാപരിക്കുന്നു. But when we come to chapter verse 28, it says that and we know that God causes everything to work together for the good of those who love God.
നമ്മൾ യാക്കോബ് പറയുന്നത് ദൈവത്തെ സ്നേഹിക്കാതെ ലോക സ്നേഹികൾ ദൈവത്തിന് ശത്രുതയായിരിക്കുമ്പോൾ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് നിന്റെ ജീവിതത്തിൽ സംഭവിക്കുന്ന എന്തും നന്മയ്ക്കായി കൂട്ടി വ്യാപരിക്കുവാൻ ദൈവം തമ്പുരാൻ ശക്തനാണ്. In James it says that the people who does not love God, those who love the world, you become enemy of God. But here it says that clearly that those who love God, everything work together for good in their lives if you are with God. ദൈവത്തിന് മത്തക്കച്ചവടമില്ല, ദൈവത്തിന് പെന്തക്കോസ് ഇല്ല, ദൈവത്തിന് ബാപ്റ്റിസ്റ്റ് ഇല്ല, ദൈവത്തിന് മെത്തഡിസ്റ്റ് ഇല്ല. തന്നെ സ്നേഹിക്കുന്ന, തന്നിൽ വിശ്വസിച്ച് കണ്ടംനേഷൻ നഷ്ടപ്പെട്ട് പരിശുദ്ധാത്മാവിനാൽ നടത്തപ്പെടുന്ന മക്കളായിരിക്കുന്നവർക്ക് വേണ്ടിയാണ് അവൻ ഡിക്ലെയർ ചെയ്യുന്നത്. തന്നെ സ്നേഹിക്കുന്നവർക്ക്, തന്നെ സ്നേഹിക്കുന്നവർക്ക്, തന്നെ സ്നേഹിക്കുന്നവർക്ക് ഓരോന്നും എതിരായി വരികയും. Here it clearly says that our God is not discriminating between all the denominations. God does not have Pentecostal people. God does not love just the Baptist or the other kind of ecumenical people. There is no discrimination. There is no bias. But here it clearly says that those who love God, no matter whoever it is, for those who love God, everything will work together for good. അവർക്ക് കഷ്ടതയില്ലെന്ന് നമ്മൾ തെറ്റിദ്ധരിക്കും. എല്ലാം നന്മയ്ക്കായി കൂടി വ്യാപരിക്കുമ്പോൾ കഷ്ടപ്പെടുന്നത്, ബുദ്ധിമുട്ട്, രോഗം, പ്രയാസങ്ങൾ, ഇതൊക്കെ എങ്ങനെയാ വരുന്നതെന്ന് ചോദിക്കാം. എന്നാൽ നിങ്ങൾ ആ 8-ാം അധ്യായത്തിൽ തന്നെ അതിന്റെ 17-ഉം 18-ഉം വാക്യം വായിക്കുമ്പോൾ ഏറ്റവും ശ്രേഷ്ഠമായ ഒരു കാര്യം അവിടെയുണ്ട്. മക്കളെങ്കിലോ അവകാശികളാണ്, ദൈവത്തിന്റെ കൂട്ടവകാശികളാണ്. അതുകൂടാതെ പറയാണ്, അവനോടുകൂടെ തേജസ്കരിക്കപ്പെടേണ്ടതിന് അവനോടുകൂടെ കഷ്ടമനുഭവിക്കും. Many times we misunderstand through the previous verse. We say that everything works good. We think that, oh, then there is no suffering for us. Then we should be all happy and everything is going well to go. But you have to read the verses 17 and 18. It says that for everything God gives to his son Christ is ours too. But if we are to share his glory, we must also share his suffering. ദൈവം നമ്മെ ഉയർത്തുവാൻ വേണ്ടി മരണഭീതിയിലായിരുന്നവരെ ഉയർത്തി മക്കളാക്കുവാൻ വേണ്ടി തന്റെ പുത്രനെ കഷ്ടതയിലും മരണത്തിലും ഏൽപ്പിച്ചുവെങ്കിൽ അവനോടുകൂടെയുള്ള ശ്രേഷ്ഠമായ തേജസ് വഹിക്കുവാൻ നമ്മളും ചില കഷ്ടങ്ങളിൽ കൂടെ കടന്നു പോകണമെന്ന് ദൈവം തീരുമാനിച്ചിരിക്കുന്നു. If God let his son to go through the suffering and pain for the sins of the mankind, in order for him to receive the glory of God, we have to, again, God is a conditional, he's putting out here, we have to share from his suffering in order to receive the same glory. അത് മര്യാദയല്ലല്ലോ എന്ന് അപ്പോസ്തലനായ പൗലോസിന് തോന്നിയപ്പോൾ ദൈവാത്മാവ് പറയുന്നത് 18-ാം വാക്യം വായിക്ക്, നമ്മൾ വെളിപ്പെടുവാനുള്ള തേജസ് വിചാരിച്ചാൽ ഈ കാലത്തിലെ കഷ്ടങ്ങൾ സാരമില്ലെന്ന് ഞാൻ എണ്ണുക. Now when Paul questioned about this, that is not a fair thing you are doing, but we can see that Paul is again the Spirit of God revealed to him in verse 18, yet what we suffer now is nothing compared to the glory he will give us later. അതുകൊണ്ടാണ് താൻ പറയുന്നത് നമ്മുടെ വിജയം, പൂർണ്ണ വിജയം ഇതിൽ നിന്നൊക്കെ, കഷ്ടതയോ പട്ടിണിയോ ഭൂപദ്രവമോ നഗ്നതയോ ലോകത്തിലുള്ള എന്ത് തന്നെ സംഭവിച്ചാലും പൂർണ്ണ വിജയം നേടുന്നത് എൻ്റെ ശക്തി കൊണ്ടല്ല, കർത്താവിനോടുള്ള സ്നേഹം കൊണ്ട്. എന്നെ സ്നേഹിച്ചവൻ മുഖാന്തരം ഇതിലൊക്കെയും പൂർണ്ണജയം പ്രാപിക്കുന്നു. 37-ാം വാക്യം. In verse 37 it says that even though I go through all this kind of things in my life, even if I go through the sky or in the deepest ocean, nothing in this creation will able to separate me from the love of God. No matter what kind of suffering I just go through, the victory is complete just because of the reason, even though I go through the suffering, the glory is higher than what I suffer. എനിക്ക് ലഭിക്കുന്ന കാര്യത്തിന്റെ മഹിമ കാണുമ്പോൾ ഇതൊന്നും സാരമില്ല, ദൈവസ്നേഹമാണ് വലുതെന്ന് താൻ കണ്ടു. And he saw that God's love is greater than everything. Whatever happens in this earth, whatever happens in this lifetime is just nothing for me. But when I share the glory of God, that is the greatest thing. That is the love of God. ഒരു കുഞ്ഞിനെ ഗർഭം ധരിച്ച ഒരു സ്ത്രീയോട് ഒരു ഡോക്ടർ പറയാണ്, അടുത്ത 8 മാസം നീ ബെഡിൽ നിന്ന് ഇറങ്ങരുത്, നിനക്ക് ആഹാരം ബെഡിൽ തരണം, നീ വളരെ സൂക്ഷിച്ച് നടക്കണം എന്ന് പറയുമ്പോൾ നെഞ്ചത്തടിച്ച് കരയുന്ന ഒരു മാതാവിനെ അല്ല, എങ്കിലെങ്കിലും എനിക്കൊരു കുഞ്ഞിനെ കിട്ടാമല്ലോ വരുവാനുള്ള സന്തോഷം ഓർക്കുമ്പോൾ അവളുടെ ജീവിതത്തിലെ കഷ്ടതയൊന്നും ഏതുമില്ലാതെ എണ്ണുന്നത് പോലെ ഇവിടെ അപ്പോസ്തലൻ പറയുകയാണ്, വരുവാനുള്ള തേജസ് വിചാരിച്ചപ്പോൾ 3-ാം സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടവൻ, സ്വർഗത്തിന്റെ മഹിമ അറിഞ്ഞവൻ, ദൈവത്തിന്റെ മഹാത്മ്യം ഗ്രഹിച്ചവൻ പറയാണ്, ഇതൊന്നും എന്നെ പരാജയപ്പെടുത്തിയില്ല, അവനോടുള്ള സ്നേഹം കൊണ്ട് പൂർണ്ണ വിജയം ഞാൻ നേടിയെടുക്കും. And when you ask a
pregnant lady, when the doctor says, consult her and say that, okay, you have to be in bed rest for another couple of months until you give birth to this child, that woman will not be whining and wailing about it. She will not go against it, but rather she will suffer that months of bed rest or whatever it is needed, because she knows what is the outcome of that after a couple of months is going to, because anticipating that great thing she is going to enjoy. Likewise here, when the Paul, who was taken up to the third heaven, who saw the glory of God, he is claiming out, say that no matter what kind of suffering I go through this in this earth, no matter even if it's nakedness, even if it is pain or tribulation, whatever it is, name it, but when I see the glory of God, this is all nothing to me. അങ്ങനെ നീ ദൈവത്തെ സ്നേഹിച്ച് ദൈവം നിനക്ക് അനുകൂലമാണെങ്കിൽ നിന്റെ കുറ്റം വിധിക്കാൻ ഒരുത്തനും കഴിയില്ലെന്ന് 33 പറഞ്ഞിരിക്കുന്നു. And verse 33 says that nobody can accuse you if God is with you and you know that you love God that much. കുറ്റം വിധിക്കുക മാത്രമല്ല വിധിക്കാനും കഴിയില്ലെന്ന് കർത്താവ് പറഞ്ഞിരിക്കുന്നു. And he says that you cannot condemn anybody, you cannot judge nobody. അതുമാത്രമല്ല അതിന്റെ 32 വാക്യത്തിൽ പറയാണ്, സ്വന്തം പുത്രനെ ആദരിയാതെ നമുക്ക് വേണ്ടി തന്നവൻ അവനോടൊപ്പം സകലതും നൽകും. And when you read that verse 32, it says that since God did not spare his own son but gave him up for us all, won't God who gave us Christ also give us everything else? അപ്പൊ ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്? ദൈവം നിനക്ക് അനുകൂലമാണെങ്കിൽ പുത്രനെ തന്ന കർത്താവ് നിനക്ക് വേണ്ടുന്നതൊക്കെയും നൽകുമെന്നാ പറഞ്ഞിരിക്കുന്നത്. Here it says that the God, if he is with us, the one who gave his own son for us, he will give everything for us too. കർത്താവ് തരുമ്പോൾ അവന്റെ ധനത്തിന്റെ മഹത്വത്തിനൊത്തവണ്ണമാണ് തരുന്നത്. When he gives everything according to the riches of his glory. അവൻ കൊടുത്ത സന്ദർഭങ്ങളിലൊക്കെ ഇഷ്ടം പോലെ അപ്പം കൊടുത്തു, അധികം വരത്തക്ക വിധത്തിലാണ് കൊടുത്തത്. When he provided for the people, he provided them abundantly and exceedingly he provided to his people. അവൻ വീഞ്ഞുണ്ടാക്കിയപ്പോൾ ശ്രേഷ്ഠമായ വീഞ്ഞാണ് അവർക്ക് ഉണ്ടാക്കി കൊടുത്തത്. When he made the way of wine, he made the best wine of all times when he provided to them. അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുകയാണ്, പുത്രനെ തന്നതുകൊണ്ട് നിനക്ക് വേണ്ടുന്നത് എന്താണെന്ന് അറിയുന്ന കർത്താവ് നിന്നെ എങ്ങനെ പ്രൊട്ടക്ട് ചെയ്യണം, നിന്നെ എങ്ങനെ സഹായിക്കണം, നിന്നെ എങ്ങനെ വഴി നടത്തണം, നിന്നെ എങ്ങനെ അനുഗ്രഹിക്കണം, നിന്നെ ശരീരത്തിൽ എങ്ങനെ സഹായിക്കണം, ആത്മാവിൽ എങ്ങനെ സഹായിക്കണം, വൈകാരികമായി എങ്ങനെ സഹായിക്കണം, മാനസികമായി നിന്നെ എങ്ങനെ സഹായിക്കണമെന്ന് അവൻ ഉപദേശം കൊടുക്കേണ്ടവനില്ല. പുത്രനെ തന്നവൻ സകലതും നിനക്ക് നൽകുവാൻ വില്ലിംഗ് ആയിരിക്കും. The one who gave us his own son, we have to understand that he will give you much more than we can even comprehend for your emotional needs, your spiritual needs, your mental needs, your financial needs. No matter whatever you know you have in this earth, whatever you need to survive in this earth, he will provide everything abundantly and exceedingly for you. ദൈവം അനുകൂലമാണെങ്കിൽ നിനക്ക് പറവാൻ കഴിയും, യഹോവ എനിക്ക് അനുകൂലമായിരിക്കുന്നുണ്ട്, എനിക്ക് ഒരു മുട്ടും ഉണ്ടാകില്ല. You can claim and say that, you can proclaim out and say that because my God is for me, I will not want anything in this earth. നന്മയും കരുണയും എൻ്റെ ആയുഷ്കാലം ഒക്കെയും ഇവിടെ എന്നെ പിന്തുടരും, ഞാൻ വരുന്ന കാലത്ത് ദൈവത്തോടൊപ്പം ദീർഘനാള് എന്നേക്കും വസിക്കും. Goodness and mercy shall follow me all the days of my life. No matter that, I will dwell in the house of the Lord forever. ഓ, എന്തോ ഒരു അനുഗ്രഹിക്കപ്പെട്ട സന്ദേശം. What a beautiful message it is from God. എനിക്കും നിനക്കും മാത്രമേ അറിയത്തുള്ളൂ ദൈവം അനുകൂലമാണോ എന്ന്. Only you and God can see that whether God is with you or not. നമുക്ക് ഊഹിച്ചുകൊണ്ട് നടക്കാം, തെറ്റിദ്ധരിക്കാം, നമുക്ക് മനഃപൂർവ്വം ദൈവത്തിന്റെ ഇന്നലകളെ നന്മകളെ ഓർത്തിട്ട് കുഴപ്പമില്ലെന്ന് വിചാരിക്കാം. പക്ഷേ ദൈവം നിനക്ക് അനുകൂലമാണെങ്കിൽ നീ അത് തിരിച്ചറിയുക തന്നെ ചെയ്യും. Many times we can assume ourselves because God was good yesterday, that does not mean that he is today also he is the same. Our God is the same always, but rather because of our deeds have we went away from God. God's glory has departed us. Only you can understand that through your own works and through your own ways of your life. ദൈവം നിനക്ക് അനുകൂലമാകുവാൻ അവൻ വില്ലിംഗ് ആയി റെഡിയായി നിൽക്കുകയാണ്. Our God is standing right there willing that he wants to be with you. He wants to be for you. അവൻ നിനക്ക് അനുകൂലമെങ്കിൽ പ്രതികൂലം ആരുമില്ല. If God is for us, nobody is against us. ഒരു രോഗവുമില്ല, ദുഃഖവുമില്ല, പ്രയാസവുമില്ല, പിശാചുമില്ല, ദുഷ്ടമൃഗവുമില്ല, ഒന്നുമില്ല. അവൻ നിനക്ക് അനുകൂലമെങ്കിൽ പ്രതികൂലം ആരെ? If God is for us, who can be against us? There is nothing which can stand against your purpose of God. ദൈവം എനിക്ക് അനുകൂലമാണെങ്കിൽ ഒരാൾ പോലും എനിക്കെതിരെ നിൽക്കുകയില്ല. If God is with us, no one can stand ever against you. അതാണ് എബ്രായ ലേഖനകാരൻ ലേഖനം അവസാനിക്കുമ്പോൾ പറയുന്നത്, കർത്താവ് എനിക്ക് തുണ, ഞാൻ പേടിക്കയില്ല, മനുഷ്യൻ എന്നോട് എന്തു ചെയ്യും എന്ന് നമുക്ക് ധൈര്യമായി പറയാം. And that's why Hebrew writer calls out and says in the end
stand. Because God is with us, nobody can stand against me, and nobody can defeat me, and you can boldly call out and say that. ധൈര്യമായി പറയാം, എനിക്ക് പ്രതികൂലം ആരുമില്ല. You can boldly call out and say that there is nobody can stand against me. കാരണം എന്റെ ദൈവം എനിക്ക് അനുകൂലം. Because the reason is that my God is for me. നമുക്ക് പ്രാർത്ഥിക്കാം. Let's pray. നമ്മുടെ കണ്ണുകൾ അടയ്ക്കാം. Let's close our eyes this moment. മുന്നോട്ട് കടന്നു വന്ന് പ്രാർത്ഥിക്കുന്നതായിരിക്കും. നമുക്ക് ഒരു നിമിഷം നമ്മളെ കുറിച്ചൊന്ന് കാണാം. Let's examine ourselves one more time. എന്റെ ജീവിതത്തിൽ ഞാൻ ദൈവത്തിന് അനുകൂലമാണോ പ്രതികൂലമാണോ? Is my life which is for God and God is with me or not? ഞാൻ ഊഹിച്ച് നടക്കുകയാണോ, തെറ്റിദ്ധരിച്ച് നടക്കുകയാണോ, അറിഞ്ഞിട്ടും അറിയാത്ത ഭാവത്തിൽ വലിയ അട്ടഹാസം കൂട്ടിയ ആ ഓഫിനെയും പിനഹാസിനെയും പോലെ ഞാൻ ജീവിക്കുകയാണ്? Am I living a life even though I know it, I fake myself that I don't know it, or are you under the assumptions and misunderstandings like Ophidians and all, because they knew they're wicked but still they made louder shouter noises? Are you like them? സ്വർഗ്ഗത്തിലെ ദൈവത്തിന്റെ ശബ്ദം മുള്ളിനെതിരെ ഉതയ്ക്കുന്നത് നല്ലതല്ല. And the God's word calls out and says that if you stand against God, it's not good. എന്നാൽ ദൈവം നിന്നോട് കൂടെ ഉണ്ടെങ്കിൽ ഒന്നും പ്രതികൂലവുമല്ല. But you have to understand, if God is with you, nothing can come against you. നമുക്ക് പ്രാർത്ഥിക്കാം. Let's pray. Praise the Lord. Hallelujah. സ്തോത്രം. പരിശുദ്ധ നിത്യനുമായ ഞങ്ങളുടെ ദൈവമേ സ്വർഗ്ഗപിതാവേ സ്തോത്രം ചെയ്യുന്നു. ഈ രാവിലെയാൽ ഞങ്ങൾക്ക് ദിവസങ്ങളിൽ കടന്നു വന്ന് ഞങ്ങൾക്ക് ദൈവത്തെ ആരാധിപ്പാൻ, പാടുവാനും, പ്രാർത്ഥിപ്പാൻ, ദൈവവചനം കേൾപ്പാനൊക്കെ ദൈവം കൃപ ചെയ്താൽ സ്തോത്രം ചെയ്യും. കഴിഞ്ഞ ഒരാഴ്ച കാലടികൾ അവിടെ പരിപാലിച്ച ദൈവത്തിന് കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. ഹാല്യ ദൈവത്തിൻ്റെ കൂടി ഞങ്ങൾ ഇടപെട്ടതിനായി സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളെ തന്നെ ഞങ്ങൾക്കൊന്ന് കാണുവാൻ ദൈവം ഞങ്ങൾക്ക് അനുകൂലമെങ്കിൽ പ്രതികൂലമാർ ദൈവം അനുകൂലമാണോ എന്ന് ഞങ്ങളെ തന്നെ നോക്കുവാൻ, ചിന്തിപ്പാൻ ഈ ദിവസങ്ങളിൽ വചനത്തിൽ കൂടി ഞങ്ങൾ ഇടപെട്ടതിനായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഹാലേലൂയ സ്തോത്രം. പല വിധത്തിലുള്ള മനുഷ്യരെ പലതും പുകഴ്ചയായി പറയുമെങ്കിലും ഞങ്ങളെ തന്നെ ദൈവസന്നിധിയിൽ താഴ്ത്തി ദൈവസന്നിധിയിൽ കൊള്ളാവുന്നവരായി ഞങ്ങൾ ജീവിപ്പാൻ, പ്രവർത്തിപ്പാൻ ദൈവമേ ഞങ്ങളെ വചനത്തിൽ കൂടി ആഹ്വാനം ചെയ്തതിനായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഹാലേലൂയ സ്തോത്രം. ദൈവം തന്ന വചനത്തിനായി സ്തോത്രം ചെയ്യുന്നു. വചനത്തെ പ്രസ്താവിപ്പാൻ തക്കണം നിന്റെ ദാസനെ അവിടുന്ന് ഉപയോഗിക്കാനായി സ്തോത്രം ചെയ്യുന്നു. ട്രാൻസ്ലേറ്റ് നിന്റെ ദാസനായി സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളെ ഇന്ന് സഭയായി ഇത്രത്തോളം നടത്തിയ വിധങ്ങൾക്കായി നന്ദി സ്തോത്രം ചെയ്യുന്നു. ഹാലേലൂയ സ്തോത്രം ചെയ്യുന്നു. ഈ കൊറോണ വൈറസിൻ്റെ സമയത്ത് ഞങ്ങൾക്ക് ഭവനങ്ങളിൽ ഇരുന്നുകൊണ്ട് മെസ്സേജ് കേൾക്കുവാനും കാണുവാനും ഒക്കെ ദൈവം കൃപ ചെയ്യുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. വിവിധ സ്ഥാനങ്ങളിൽ വിവിധ രാജ്യങ്ങളിൽ ഇരുന്നുകൊണ്ട് ഈ മെസ്സേജ് കേട്ടവരെല്ലാം ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അവരെല്ലാം അനുഗ്രഹിക്കണേ. ഈ മെസ്സേജ് അവർക്ക് അനുഗ്രഹമായി തീരുവാൻ സഹായിക്കണേ പ്രാർത്ഥിക്കുന്നു. ഹാലേലൂയ സ്തോത്രം ചെയ്യുന്നു. എത്രയും പെട്ടെന്ന് ഈ അവസ്ഥയ്ക്ക് വ്യത്യാസമുണ്ടാകാൻ സഹായിക്കണേ പ്രാർത്ഥിക്കുന്നു. ഈ അമേരിക്ക അവിടുത്തെ കരങ്ങളെ ഏൽപ്പിക്കുന്നു. കടന്നുപോയ അവസ്ഥയിൽ നിന്ന് വിടുവിക്കണം പ്രാർത്ഥിക്കുന്നു. ഹാലേലൂയ രോഗസൗഖ്യം കൊടുത്ത് നിന്റെ മക്കളെ സഹായിക്കണം പ്രാർത്ഥിക്കുന്നു. ആരെങ്കിലും കഷ്ടതയിൽ പ്രയാസത്തിലൊക്കെ ആയിരിക്കുന്നവരെ അവിടുന്ന് എത്രയും പെട്ടെന്ന് വിടുവിക്കണം പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾക്ക് എത്രയും പെട്ടെന്ന് ഈ ആരാധനാലയത്തിൽ കടന്നു വന്ന് ദൈവത്തെ സ്തുതിപ്പാൻ ദൈവം കൃപയെന്ന് പ്രാർത്ഥിക്കുന്നു. അതിന് വഴികളെ തുറക്കണം പ്രാർത്ഥിക്കുന്നു. ഹാലേലൂയ സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളുടെ ഐക്യതയും സ്നേഹവും സന്തോഷവും ഒക്കെ ഒന്നിച്ച് കാണുവാനും കേൾപ്പാനും സഹകരിപ്പാനും ഒക്കെ ദൈവമേ ഞങ്ങൾക്ക് ഇടയാക്കേണ്ടത് പ്രാർത്ഥിക്കുന്നു. എത്രയും പെട്ടെന്ന് അത് ചെയ്യുവാൻ പോകുന്നതുകൊണ്ട് സ്തോത്രം. ദൈവമേ ഞങ്ങൾ ഇതൊന്ന് സഹായിക്കാൻ സ്തോത്രം. പിന്നെയും കൂടി വരുന്നവരെ ദൈവത്തിൻ്റെ കൃപയിലെ അടിങ്ങളെ പരിപാലിച്ചുകൊള്ളേ പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹപ്പെട്ട ആഴ്ചക്കാലം തന്ന അടിങ്ങളെ സഹായിക്കണേ. എല്ലാവിധ സ്വർഗീയ നന്മകളാലും അടിയങ്ങളെ നിറച്ച് പരിപാലിക്കണമെന്ന് ദൈവമേ താഴ്മയോട്ട് അപേക്ഷിക്കുന്നു. കേട്ട് ഉത്തരമല്ലുമാറാകണമേ. ആമേൻ. പിതാവായ ദൈവത്തിന്റെ സ്നേഹവും കർത്താവായ യേശുക്രിസ്തുവിന്റെ കൃപയും പരിശുദ്ധാത്മാവിന്റെ സംസർഗം കൂട്ടായ്മയും നമ്മളോടും നാം പ്രാർത്ഥിച്ച കാര്യങ്ങളോടും ലോകത്തുള്ള സകല വിശുദ്ധന്മാരോടും പ്രത്യേകിച്ച് ലോകത്താലും മറ്റ് പ്രയാസങ്ങളാലും കഷ്ടപ്പെടുന്ന എല്ലാ മനുഷ്യവർഗത്തോടും എപ്പോഴും എന്നേക്കും ഉണ്ടാകുമാറാകട്ടെ. ആമേൻ. ദൈവം നമ്മെ സഹായിക്കട്ടെ. നമുക്ക് വീണ്ടും കാണാം. ഈ മെസ്സേജ് നിങ്ങൾക്ക് അനുഗ്രഹമായിരുന്നെങ്കിൽ ഷെയർ ചെയ്യുക, മറ്റുള്ളവരുടെ കേൾക്കട്ടെ. ദൈവം എല്ലാവരെയും ആശീർവദിക്കട്ടെ. ഞങ്ങളെ വീക്ഷിച്ചു കൊണ്ടിരുന്നതിന് നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. പ്രൈസ് ദി ലോർഡ്.